കടന്നുപോകലിൻ്റെ ഓർമ്മയായ പെസഹായെ കൂടെയായിരിക്കുന്നതിൻ്റെ ഓർമ്മയാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ പുതിയ പെസഹായുടെ ഓർമ്മയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ക്രിസ്തുവിൽ പ്രിയരെ, യേശുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ ഓർമ്മയാചരിക്കാൻ പെസഹ ത്രിദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. പെസഹ ദിനത്തെ ഇംഗ്ലീഷിൽ മൗണ്ടി തേഴ്സ്ഡേ എന്നാണ് വിളിക്കുന്നത്. മൗണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന യേശുനാഥൻ്റെ കൽപ്പന ലോകത്തിന് നൽകപ്പെട്ടതിൻ്റെ ഓർമ്മയായതിനാലാണ് ഈ ദിവസത്തെ കൽപ്പനയുടെ വ്യാഴം അഥവാ മൗണ്ടി തേഴ്സ്ഡേ എന്ന് വിളിക്കുന്നത്. സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയതിൻ്റെ മാത്രമല്ല, ജീവിതം വഴി മാതൃക കാട്ടിയതിൻ്റെയും ഓർമ്മയാണ് ഓരോ പെസഹായും. നാം സ്കൂളിലും മറ്റുമൊക്കെ പഠിക്കുന്ന അവസരത്തിൽ സ്കൂളിൽ നിന്ന് വിട വാങ്ങുമ്പോൾ ഓട്ടോഗ്രാഫ് വാങ്ങാറുണ്ടല്ലോ. ക്രിസ്തു സ്നേഹത്തിൻ്റെ വിടവാങ്ങൽ സമ്മാനമായി നൽകിയ 3 കാര്യങ്ങളിലേക്കാണ് തിരുസഭ ഇന്ന് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒന്നാമതായി, സ്നേഹ ശുശ്രൂഷയുടെ അടയാളമായ കാൽ കഴുകലിലൂടെ യേശു നൽകിയ വിനയത്തിൻ്റെ മാതൃക. രണ്ടാമതായി, സ്നേഹത്തിൻ്റെ കൂദാശയായ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനവും പൗരോഹിത്യ സ്ഥാപനവും. മൂന്നാമതായി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് യേശുനാഥൻ്റെ സ്നേഹകൽപ്പന നൽകപ്പെട്ടതിൻ്റെ ഓർമ്മയാചരണം. ഇന്നേ ദിനം തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങളെ സമ്മാനം, മാതൃക എന്നീ 2 വാക്കുകളിൽ ചുരുക്കാം എന്ന് കരുതുന്നു. പെസഹ ഒരു സമ്മാനവും ഒരു മാതൃകയുമാണ്. രക്ഷയുടെ സമ്മാനവുമായി ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന ദിനമാണ് പെസഹ. തന്നെ മുറിച്ച് സമ്മാനമായി നൽകുന്ന, തൻ്റെ പ്രവൃത്തിയിലൂടെ സ്നേഹ ശുശ്രൂഷയുടെ മാതൃക നൽകുന്ന പുണ്യദിനം. ഇന്നത്തെ 1-ാം വായനയിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് സ്വാതന്ത്ര്യം എന്ന സമ്മാനം നൽകുവാൻ ദൈവം മോശ വഴി നൽകുന്ന നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആട്ടിടയന്മാർ നടത്തിയിരുന്ന പ്രത്യേക ആഘോഷങ്ങളെയാണ് പെസഹ വിരുന്നായി ദൈവം രൂപാന്തരപ്പെടുത്തിയത്. എപ്രകാരമാണ് പെസഹ ഒരുക്കേണ്ടതെന്നും പെസഹ ആചരിക്കേണ്ടതെന്നും വചനഭാഗം വ്യക്തമാക്കുന്നു. നിസ്സാൻ മാസം 14-ാം തീയതി മുറിക്കപ്പെടുന്ന ന്യൂനമറ്റ കുഞ്ഞാട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിൻ്റെ മോചനത്തിന് കാരണമാകുന്നു. ഈ കുഞ്ഞാട് പുതിയ നിയമത്തിൽ ലോകപാപങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ലോകത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കാൽവരിയിൽ മുറിക്കപ്പെട്ട ക്രിസ്തുവാകുന്ന പെസഹ കുഞ്ഞാടിൻ്റെ മുന്നോടിയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ സമ്മാനമായിരുന്നു അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്നത്തെ 2-ാം വായന വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റി ഏറ്റവും ആദ്യമായി രചിക്കപ്പെട്ട വചനഭാഗമാണ്. യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വിശുദ്ധ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവം തന്നെ മുറിച്ചു നൽകുന്ന, ലോകത്തിന് ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമായ തന്നെ നൽകുന്നതാണ് വിശുദ്ധ കുർബാന. കടന്നു പോകലിന് അകന്നു പോകലാകാതെ അടുത്തു വരവായി, അകത്തു വരവായി ദിവ്യകാരുണ്യത്തിൻ്റെ മഹാത്ഭുതം. പഴയ നിയമ പെസഹ കടന്നു പോകലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹ ഒപ്പമായിരിക്കാനും ഉള്ളിലായിരിക്കുവാനും ദൈവം തന്നെ പങ്കുവച്ച് നൽകുന്ന മഹത്തായ കൂദാശയുടെ ഓർമ്മയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സേവനത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും മാതൃക കാട്ടിത്തരുന്നു. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തെ 2ആയി തിരിക്കുകയാണെങ്കിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമെന്നും 13 മുതലുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമെന്നും വിളിക്കാൻ സാധിക്കും. യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ ആരംഭം പ്രഥമമായും യേശു ദാസരൂപനായി ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെയാണ് വെളിവാക്കപ്പെടുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
2-ാം അധ്യായം 6-7 വചനങ്ങളിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് കടന്നു വന്ന യേശുനാഥനെ ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുന്നു. 2 വാക്കുകൾ ഇവിടെ സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഒന്നാമതായി പോകുവാനുള്ള സമയമായി, രണ്ടാമതായി അവസാനം വരെയുള്ള സ്നേഹം. പിതാവിൻ്റെ പക്കലേക്കുള്ള കടന്നുപോകൽ പഴയ നിയമത്തിലെ പെസഹായിലൂടെയുള്ള കടന്നുപോകൽ ദ്യോതിപ്പിക്കുന്നുണ്ട്. സ്നേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ ക്രിസ്തു പ്രകടമാക്കുകയും ചെയ്യുന്നു. യേശയ്യാ പ്രവചിച്ച സഹനദാസൻ്റെ രൂപം സ്വീകരിച്ച് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സേവനത്തിൻ്റെ മാതൃക കാണിക്കുന്നു. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസരൂപം സ്വീകരിച്ച് ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തു രഹസ്യം മുഴുവൻ ഇവിടെ പ്രകടമാകുന്നു. യജമാനൻ ദാസൻ്റെ പാദം കഴുകുന്നു. ഇടയൻ കുഞ്ഞാടിന് പകരം ബലിയർപ്പിക്കപ്പെടുന്നു. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് അവർ വീട്ടിന് പുറത്തിറങ്ങിയാൽ അകത്ത് കയറുന്നതിന് മുമ്പ്, ഭക്ഷണത്തിന് മുമ്പും ശേഷവുമൊക്കെ വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. പ്രത്യേകമായി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന യജമാനനെയും വീട്ടിൽ അതിഥിയായി എത്തുന്നവരെയും കാല് കഴുകി സ്വീകരിക്കേണ്ടത് വീട്ടിലെ അടിമയുടെ ജോലിയാണ്. അടിമകളില്ലാത്ത ഭവനങ്ങളിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അത്. അതുപോലെ തന്നെ ഗുരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ശിഷ്യർ, പ്രത്യേകിച്ച് ശിഷ്യരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ, ഗുരുവിൻ്റെ കാല് കഴുകി ഗുരുവിനെ തിരികെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഗുരുവും നാഥനുമായ യേശു അടിമയായും ശിഷ്യനായും ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. പിറ്റേന്ന് തൻ്റെ കുത്തി തുറക്കപ്പെടുന്ന വിലാവിൽ നിന്നൊഴുകുന്ന രക്തത്താലും ജലത്താലും നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കേണ്ടതിൻ്റെ മുന്നോടി കൂടിയാകണം ഈ പാദം കഴുകൽ. ഈ പാദം കഴുകലിലൂടെ യേശു തൻ്റെ ശിഷ്യർക്ക് ഒരു മാതൃക നൽകുന്നുണ്ട്. സേവനത്തിൻ്റെ മാതൃക, സ്വയം ചെറുതാകലിൻ്റെ മാതൃക, ഏവരെയും ഉൾക്കൊള്ളുന്നതിൻ്റെ മാതൃക. ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവൻ്റെയും കാല് കഴുകുന്ന, ആരെയും ഒഴിവാക്കാതെ തന്നെ തന്നെ ദിവ്യകാരുണ്യമായും സ്നേഹസേവനമായും മുറിച്ച് വിളമ്പി നൽകുന്ന യേശു സ്നേഹത്തിൻ്റെ മഹനീയത. പ്രിയമുള്ളവരെ, ഇന്ന് കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപനം, സ്നേഹ കൽപ്പന നൽകിയതിൻ്റെ സ്മരണ എന്നിവ ഓർമ്മിക്കുമ്പോൾ കടന്നുപോകലിൻ്റെ പെസഹ കൂടെ ആയിരിക്കുന്ന പെസഹായിലേക്കുള്ള രൂപാന്തരീകരണമായിട്ട് യേശു മാറ്റുന്നു. സ്വന്തമായുള്ളവരെയെല്ലാം സ്നേഹിച്ച് സ്നേഹം സമർപ്പണമാണെന്നും സേവനമാണെന്നും കാട്ടിത്തന്ന ക്രിസ്തുവിനെ അനുകരിക്കാം. സ്നേഹിക്കുന്നവർക്കായി ജീവിതം അർപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്ന സന്ദേശം 1952 നോബൽ സമ്മാനം നേടിയ ആൽബർട്ട് ഷ്വിറ്റ്സർ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവരായിട്ടുള്ളവർ എങ്ങനെയാണ് സേവനം ചെയ്യുന്നതെന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളവരാണ്. രണ്ടാമതായി, യേശു പത്രോസിനോട് പറയുന്നത് പോലെ, ഞാൻ നിൻ്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അതായത് എളിമയോടുകൂടെ കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നിടത്താണ് ബന്ധങ്ങൾ തഴച്ചു വളരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എളിമയോടുകൂടെ ശുശ്രൂഷിക്കുവാനും പങ്കുവയ്ക്കുവാനും ഇന്നത്തെ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു. മൂന്നാമതായി, നമ്മുടെ കടന്നുപോകലുകൾ മറ്റുള്ളവർക്ക് സ്നേഹം, ത്യാഗം, സേവനം എന്നിവ നൽകിക്കൊണ്ടാകുമ്പോൾ നമ്മുടെ കടന്നുപോകലുകൾ കൂടെ ആയിരിക്കുന്നതിൻ്റെ നിറവ് നൽകുന്നതായിട്ട് മാറും. ക്രിസ്തുവിൻ്റെ കടന്നുപോകലുകൾ പോലെ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഒരു പെസഹായാണെന്നും മറക്കാതിരിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവചനം ജീവിതമാക്കി മാറ്റാൻ തൻ്റെ ജീവിതം വഴി തന്നെ തന്നെ സമ്മാനവും മാതൃകയുമാക്കി നൽകിയ യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.